ആൺകുട്ടികൾക്ക് ആർത്തവമുണ്ടാകുക എന്ന സാങ്കല്പിക ചോദ്യം ഒരു നാളും ഫലിതമായിരുന്നില്ല. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ലേഖനത്തിന്റെ ശീർഷകമായി ഇത് വരുന്നത്. സ്ത്രീക്ക് അസൗകര്യമായി കരുതിയ ആ കാര്യം അവനിൽ സംഭവിക്കുമ്പോൾ പ്രകൃത്യാ തന്നെയുള്ള ആണിന്റെ മേൽക്കോയ്മയുടെ അടയാളങ്ങൾ ഒന്നായി എണ്ണപ്പെടുന്നു. എല്ലായിടത്തും അതിന് നിരക്കുന്ന ആഭിമുഖ്യങ്ങൾ പ്രകടമാക്കുന്നു. ആർത്തവ അസ്വസ്ഥതകൾ വളരെ പ്രധാനപ്പെട്ട വൈദ്യമേഖലയാകും. അതിനെ മനസ്സിലാക്കാൻ നിരന്തരമായ പരിശീലനങ്ങൾ ഉണ്ടാകും. സാനിറ്ററി ഉൽപ്പന്നങ്ങൾ പൗരാവകാശമാകും. എന്തിന് പുതിയൊരു ഭാഷ പോലും ഉണ്ടാകും. അതിന്റെ അഭാവത്തിൽ സ്ത്രീകളെ രണ്ടാംകിട സൃഷ്ടികളായി ഒന്നുകൂടി അടിവരയിടും. സങ്കീർണമായ കാര്യങ്ങൾ അവൾക്ക് ചെയ്യാൻ കഴിയാത്തത് പലതും മാസത്തിന്റെ ഈ ഉത്സവ ദിനങ്ങളിൽ അവൾ അനുഭവിക്കുന്ന സ്വാഭാവിക വിശ്രാന്തിയുടെയും ചിന്തയുടെയും കുറവുകൊണ്ടെന്ന് എന്ന് പറഞ്ഞവർ തലയാട്ടിച്ചിരിക്കും. ഈ